സൂപ്പ് കുടിക്കാൻ ഇഷ്ടമുള്ളവരാണോ നിങ്ങൾ? എന്നാൽ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്നതിനേക്കാൾ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് സൂപ്പ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളിവിടെ നിന്ന് തയ്യാറാക്കുന്നത് ചിക്കൻ സ്വീറ്റ് കോൺ സൂപ്പാണ് കേട്ടോ. നമുക്കിത് എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളതൊന്ന് നോക്കാം. സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ എടുക്കുമ്പോൾ എല്ലോട് കൂടിയിട്ടോ എല്ലില്ലാതെയോ എടുക്കാം കേട്ടോ. എല്ലോട് കൂടിയിട്ട് എടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ ആ ഒരു ഫ്ലേവറൊക്കെ ചിക്കൻ്റെത് കിട്ടുക. അപ്പോൾ എല്ലോട് കൂടിയിട്ടുള്ള പീസുകൾ ഉണ്ടെങ്കിൽ അതെടുക്കാം. എന്നിട്ട് ഒരു 150 ഗ്രാം ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എത്രയാണോ നമുക്ക് സൂപ്പ് വേണ്ടത് അതിനാവശ്യമായിട്ടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് കുക്കായി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിലുള്ള പീസുകളൊക്കെ ഒന്ന് മാറ്റി വെക്കാം. ഒരു അരിപ്പയിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു പീസും ചിക്കൻ്റെ സ്റ്റോക്കും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയും സ്റ്റോക്കാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് അവിടെ മാറ്റി വെക്കാം. പിന്നെ നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള ചിക്കൻ്റെ പീസ് ആവശ്യമുള്ളത്ര അത്ര നമുക്കിത് സൂപ്പിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മളത് ഇതുപോലെ കുഞ്ഞു പീസായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ കൈകൊണ്ട് തന്നെ ഒന്ന് പിച്ചെടുത്താൽ മതി. അപ്പോൾ അതവിടെ പിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒരുപാടൊന്നും വേണ്ട, ഒരു 1-2 ടീസ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു 2 ടീസ്പൂണോളം ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി 1 സ്പൂണ് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വന്നതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് നമ്മൾ ചിക്കനും സ്വീറ്റ് കോണാണ് മെയിനായിട്ട് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്യാരറ്റും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. സ്പ്രിംഗ് ഓണിയനോ ക്യാപ്സിക്കോ ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാരറ്റ് ഞാനൊരു കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഇതിലേക്ക് സ്വീറ്റ് കോൺ ആണ് ചേർത്ത് കൊടുക്കുന്നത്. സ്വീറ്റ് കോൺ ഒരു 1/3 കപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന ഈ ഒരു വെജിറ്റബിൾസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സ്വീറ്റ് കോണും ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളിതാ ചെറുതായിട്ട് പീസാക്കി എടുത്തിട്ടുള്ള ഒരു ചിക്കൻ ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുത്തിട്ട് പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ്റെ സ്റ്റോക്ക് കൂടെ ഒഴിച്ചു കൊടുക്കാം. സ്റ്റോക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് സോസുകളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണ് സോയാ സോസും പിന്നെ ഒരു 2 ടീസ്പൂണ് ടൊമാറ്റോ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില്ലി സോസും ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ. ഇതൊക്കെ നമ്മുടെ ഫ്ലേവർ അനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചിട്ടുള്ള സോസുകളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ കുറച്ച് ഉപ്പുണ്ടാവും. പിന്നെ നമ്മൾ സോസൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു അല്പം കൂടി ഉപ്പ് ആവശ്യമായിട്ട് വരും. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 ടീസ്പൂണ് കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. കോൺഫ്ലവറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് കട്ടയില്ലാതെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതും നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നങ്ങ് തിളപ്പിച്ചെടുക്കാം. പിന്നെ ഒരു കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുമ്പോഴും നമുക്ക് എത്രത്തോളമാണോ കട്ടി വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള കോൺഫ്ലവർ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന സൂപ്പൊക്കെ നല്ല തിക്കായിട്ടാണ് ഉണ്ടാവുക. പക്ഷേ അത്രയും തിക്കായിട്ടുള്ളത് കുടിക്കാൻ ഇഷ്ടമില്ലാത്തവർ അതിനാവശ്യമായിട്ടുള്ള കോൺഫ്ലവർ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ അധികം തിക്കില്ലാതെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് തിക്കായിട്ടുള്ളത് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മുടെ തിക്നെസ്സിനനുസരിച്ചിട്ട് നമുക്ക് കോൺഫ്ലവർ കൂട്ടിയോ കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്നങ്ങ് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു പാകത്തെ തിക്നെസ്സിൽ കിട്ടും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചിക്കൻ സ്വീറ്റ് കോൺ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോട് കൂടിയിട്ട് തന്നെ സെർവ് ചെയ്യാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ. താങ്ക്